അമിത്ഷായുടെ കണ്ണിലെ കരടാണ് വരുൺ ഗാന്ധി. ബി.ജെ.പി. നേതൃത്വവുമായി വരുൺ ഉടക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷത്തോളമായി. ബി.ജെ.പി. നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുന്ന നേതാക്കളിൽ മുൻപന്തിയിൽ തന്നെ വരുണുണ്ട്. അതൊക്കെ കൊണ്ടാവാം ഇത്തവണ വരുണിന് പിലിഭിത്തിൽ ബി.ജെ.പി. ടിക്കറ്റ് നിഷേധിച്ചത്. അതേസമയം വരുൺ തന്റെ സഹോദരൻ രാഹുലിന്റെ കൈ പിടിച്ച് കോൺഗ്രസിലേക്ക് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഘട്ടത്തിലാണ് അമ്മ മേനകാ ഗാന്ധിക്ക് സീറ്റ് നൽകി ബി.ജെ.പി. വരുണിന് തടയിട്ടത്. അതോടെ തൽക്കാലത്തേക്ക് ഒന്ന് ഒതുങ്ങി നിന്നിരുന്ന വരുൺ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ തന്റെ ചേട്ടന് രാഹുലിന് വേണ്ടി പ്രതിരോധ കവചം തീർത്തിരിക്കുകയാണ്. അതും അനുരാഗ് താക്കൂർ എന്ന അമിത്ഷായുടെ വിശ്വസ്തന് നേരെയാണ് ഇപ്പോൾ വരുൺ ഗാന്ധി വെടിപൊട്ടിച്ചിരിക്കുന്നത്. മുഖം നോക്കാതെ തനിക്ക് പറയാനുള്ളത് വെട്ടി തുറന്നു പറയുന്ന വരുണിന്റെ ചൂടറിഞ്ഞത് ഇത്തവണ അനുരാഗ് താക്കൂറാണ്. തന്റെ ചേട്ടനായ രാഹുൽ ഗാന്ധിയെ ചൊറിഞ്ഞ അനുരാഗ് താക്കൂറിനെ വരുൺ ഗാന്ധി കയറി മാന്തി എന്ന് തന്നെ പറയേണ്ടി വരും. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി.ജെ.പി. നേതാവ് കൂടിയായ വരുൺ ഗാന്ധി. ഭയക്കരുത്, സത്യത്തിനു വേണ്ടി പോരാടുക എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. നിലവിൽ ബി.ജെ.പി. നേതൃത്വമായി അകന്നു കഴിയുന്ന വരുൺ ഗാന്ധിയുടെ ഈ പ്രസംഗം രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് വരുൺ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ രാജ്യത്ത് കോടിക്കണക്കിന് കർഷകർ ദുരിതം അനുഭവിക്കുകയാണ്. ഒരു മീഡിയയും അത് ചർച്ചയാക്കുന്നില്ല എന്നും ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുകയാണ് ചെയ്യുന്നതെന്നും വരുൺ കുറ്റപ്പെടുത്തി. രാജ്യത്ത് 100 രൂപ ലോൺ കൊടുക്കുമ്പോൾ 90 രൂപയും കുത്തക മുതലാളിമാരുടെ കൈകളിലേക്കാണ് പോകുന്നത്. കേവലം 10% ലോൺ മാത്രമാണ് സാധാരണക്കാർക്കും കർഷകർക്കും ലഭിക്കുന്നത്. അതും ബാങ്ക് ഉദ്യോഗസ്ഥർ കനിയണം. ഈ വ്യവസ്ഥകൾക്ക് രാജ്യത്ത് മാറ്റമുണ്ടാകണം. അതിനുവേണ്ടി പൊരുതാൻ രാജ്യത്ത് നാം ഓരോരുത്തരും തയ്യാറാവണം. ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ കേസെടുത്തും അറസ്റ്റ് ചെയ്തും ഭയപ്പെടുത്തി ഒതുക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ബ്രിട്ടീഷുകാരെ ഭയക്കാത്ത ചരിത്രമാണ് നമുക്കുള്ളത്. നമ്മൾ പോലീസിന്റെ FIRനെ ഭയക്കരുത്. രാജ്യത്ത് സാധാരണക്കാരന് വേണ്ടിയുള്ള പോരാട്ടത്തിന് സമയമായിരിക്കുന്നു. സത്യത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ നാം ഓരോരോ ഇന്ത്യക്കാരും ഭയം വെടിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണമെന്നും വരുൺ ഗാന്ധി പറഞ്ഞു. മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു അരമണിക്കൂർ വരുൺ ഗാന്ധിയുടെ പ്രസംഗം മുഴുവൻ. സാധാരണക്കാരന്റെയും കർഷകന്റെയും വിഷയം ഉയർത്തിക്കൊണ്ടും ജാതി മത രാഷ്ട്രീയത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടും രാഹുലിന് ശക്തമായ പിന്തുണയുമായാണ് വരുൺ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബി.ജെ.പി. നേതാക്കൾ ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് രാഹുലിനെ കളിയാക്കുക അല്ലെങ്കിൽ രാഹുലിനെ പ്രതിരോധിക്കുക എന്ന തന്ത്രത്തിൽ ഊന്നിയാണ്. അതിൽ വിജയിച്ച പ്രധാനികളാണ് സ്മൃതി ഇറാനിയും അനുരാഗ് താക്കൂറും പിന്നെ ഇപ്പോൾ കങ്കണയും. ഇവർ രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് പയറ്റിപ്പോരുന്നത്. കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന അനുരാഗ് താക്കൂറിനെ മോശം പ്രകടനത്തെ തുടർന്ന് 3ാം മോദി മന്ത്രിസഭയിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നു. ഈ അനുരാഗാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ജാതീയതയുടെ പേരിൽ രാഹുലിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചത്. കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ബി.ജെ.പി. MP അനുരാഗ് താക്കൂർ തന്നെ അപമാനിക്കുകയും വാക്കുകൾ ദുരുപയോഗം ചെയ്തെന്നുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ചൊവ്വാഴ്ച ലോക്സഭയിൽ നടന്ന ചൂടേറിയ ചർച്ചയിൽ ആരോപിച്ചത്. ജാതി അറിയാത്തവൻ സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് താക്കൂർ രാഹുലിനെ പരിഹസിച്ചതാണ് വിവാദമായത്. ആ പരാമർശത്തോട് രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആദിവാസികളുടെയും ദളിതരുടെയും പിന്നാക്കക്കാരുടെയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവർ സഭയിൽ അധിക്ഷേപിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ അധിക്ഷേപങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അനുരാഗ് താക്കൂർ എന്നെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരു മാപ്പും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നു.